നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പാണ്. ഉണക്കലരി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പായസം ഉണ്ടാക്കി, അപ്പം തന്നെ അതേ അപ്പം ഉണ്ടാക്കുക. അതിന് ഞാൻ എടുത്തേക്കണത് ഉണക്കലരിയാണ് കേട്ടോ. ഉണക്കലരി ഇട്ട് അപ്പം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ ഉണക്കലരി ഞാൻ ഈ കപ്പിൽ 2 കപ്പ് ഉണക്കലരി വെള്ളത്തിലിട്ട് വെച്ചു 2 മണിക്കൂർ മുമ്പ് കേട്ടോ. അപ്പം അത് ഞാൻ എടുത്തു. അതിനുശേഷം പഴം കേട്ടോ. അപ്പോൾ ഞാനിത് റോബസ്റ്റ് പഴം എടുത്തു, ഒരു റോബസ്റ്റ് പഴം. പിന്നെ ശർക്കര എന്ന് പറയുന്നത് ജാഗറി പൗഡറാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ ഇത് 3ഉം കൂടി ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. ഇതിവിടെ അപ്പക്കാര റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പക്കാരയിൽ ഞാൻ എല്ലാ കുഴിയിലും ഓരോ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായോ എന്നൊരു സംശയം കേട്ടോ. അപ്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് എല്ലാ കുഴികളിലും ഓരോ സ്പൂൺ ഒഴിച്ച ശേഷം ബാക്കി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം ഇതൊന്ന് ചൂടാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യണേ. ഞാൻ അപ്പത്തിന്റെ മാവിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചു വെച്ചത് ഇട്ടു കേട്ടോ. അതിനുശേഷം കുറച്ച് എള്ളും കൂടി ഇടണം. അപ്പോൾ കുറച്ച് എള്ളിടുകയാണ് കേട്ടോ അതിലേക്ക്. അപ്പത്തിന്റെ ആ മാവിലേക്ക് ഒരു 2 സ്പൂൺ എള്ളു ഇട്ടു. എന്നിട്ട് നമുക്ക് അപ്പോഴേക്കും ഈ വെളിച്ചെണ്ണ ചൂടാവും. അപ്പം നമുക്ക് അപ്പത്തിന്റെ മാവ് ഒഴിക്കാം. കണ്ടില്ലേ? എള്ളു ഇട്ടിട്ട് ഞാൻ ഇളക്കി. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് ഇത് ഞാൻ സ്ട്രെയിനറിന്റെ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം കുത്താനായിട്ട് ഇങ്ങനത്തെ ഇതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടായി തുടങ്ങിയെങ്കിൽ നമുക്ക് പതുക്കെ ഒഴിക്കാം. ചൂടായിട്ടില്ല, ഒന്നും കൂടി ആവട്ടെ കേട്ടോ. ഇത്രയേ ഉള്ളൂ അപ്പത്തിന്റെ പണി. വളരെ എളുപ്പമാണ്. ചിലവർ തേങ്ങാക്കൊത്തിടും. ഞാൻ തേങ്ങാക്കൊത്ത് ഇടാറില്ല. ഇവിടെ വലിയ ഇഷ്ടമില്ല. അപ്പത്തിന്റെ കൂടെ തേങ്ങ കടിക്കണ വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു നടുക്കത്തേലൊന്ന് ഒഴിച്ചു നോക്കാം. കാരണം ആവി വന്നു തുടങ്ങി. അപ്പം ഇനി നമുക്ക് ഇടാം കേട്ടോ. അപ്പം ആയി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഒരെണ്ണം ഒന്ന് നോക്കട്ടെ. കുറച്ചും കൂടി ഒന്ന് ആവട്ടെ. ചൂട് അത്ര ആയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമുക്കിനി ഇടാം. അപ്പം നമുക്ക് എല്ലാ ഇതിലും ഇതിങ്ങനെ ഒഴിക്കാം കേട്ടോ. ഞാൻ എന്താന്ന് വെച്ചാൽ ചെറിയൊരു ഇതുപോലത്തെ ഒരു കുഴുതലെടുത്തപ്പോൾ കറക്റ്റ് എനിക്ക് ഒരു കുഴുതലാണ് അപ്പക്കാരയുടെ ആ കുഴിയിലേക്ക് ഒഴിക്കാൻ പറ്റുന്നത്. അപ്പം അതുപോലത്തെ ഒരു കുഴുതലെടുത്തിട്ടാണ് ഞാൻ ഒഴിക്കണേ കേട്ടോ. പിന്നെ കുറച്ച് ധൃതിയായി പോയി. കാരണം ഇത് രണ്ടും കൊണ്ട് പോകണ്ടേ അങ്ങോട്ട്. അപ്പം അതുകൊണ്ട് വീഡിയോസ് എന്തെങ്കിലും വിട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പം എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് അപ്പം ഉണ്ടാക്കണത്, ഉണ്ണിയപ്പം ഉണ്ടാക്കണത്. അത് പച്ചരി ഇട്ട് ഉണ്ടാക്കണത് എടുത്തിട്ടുണ്ട്. ഉണക്കലരി ഇതാക്കണ്ടില്ലേ? ഇതിന്ന് ഇപ്പം വിട്ടുപോകണം. തൊട്ടാൽ മതി. കണ്ടോ വിട്ടുപോണത്? അതേപോലെ ഇങ്ങനെ വിട്ടുപോകും. കാരണം എല്ലാ പ്രപ്പോർഷനും കറക്റ്റാണ്. ഇതിലൊട്ടിയൊന്നും പിടിക്കില്ല. എല്ലാം കണ്ടില്ലേ? തൊടുമ്പോൾ തന്നെ അതങ്ങ് പോരും. എല്ലാം മതി. അപ്പം എല്ലാം ഒന്ന് നോക്കുക പിടിക്കുന്നുണ്ടോയെന്ന്. കണ്ടോ? എല്ലാം ഓക്കെയാണ്. അപ്പോൾ ആവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി തിരിക്കാൻ ഇതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് വല്ല സ്പൂണോ എന്തെങ്കിലും എടുക്കാം. എൻ്റെ അപ്പക്കാരയിൽ എനിക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാറില്ല. അപ്പം നമ്മൾ അങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ട അപ്പക്കാര ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പക്കാരയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണേന് ഒരു ദിവസം മുമ്പ് ഒന്ന് വെളിച്ചെണ്ണയോ എന്തെങ്കിലും പുരട്ടി ഒന്ന് ചൂടാക്കുക. 2 പ്രാവശ്യം ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പം ഞാൻ എല്ലാ അപ്പവും തിരിച്ചിട്ടു. പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക്. ഇത് ഉണക്കലരി തന്നെ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞേക്കണം. ഉണക്കലരി ഇട്ട് ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഉണക്കലരി ഇട്ട് രണ്ടും ഉണ്ടാക്കാറുണ്ട്. ഉണക്കലരി ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കിക്കണേ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു
ഇതാവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇരിക്കുന്നുണ്ടോന്ന്. ഞാനിപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ വലിയ പ്രശ്നം വരില്ല. കണ്ടില്ലേ ആയി. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആ ടിഷ്യൂ പേപ്പറിൽ വെച്ച സ്ട്രെയിനറിലേക്ക് ഇടുക. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഈ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് പോവണം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ്, പറൂർക്കാണ് പോകേണ്ടത്. അപ്പോൾ ഒരു ഇതും കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാ അടുത്ത ട്രിപ്പ് ഇട്ടു. ഓരോന്നിലും ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം നിങ്ങളൊക്കെ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. എൻ്റെ അപ്പക്കാരയിൽ 7 അപ്പാണ് അറ്റ് എ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു 4 ട്രിപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 28 അപ്പം ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ട്ടോ. കണ്ടില്ലേ, നല്ല അപ്പം എല്ലാം ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് എനിക്ക് 28 അപ്പം കിട്ടി. അതിൽ 1-2 ചെറുതാണ്, കാരണം അത്രയ്ക്കുള്ള ആ മാവ് കൊണ്ട് ഒരു 2-3 അപ്പത്തിനുള്ള ചെറിയ ഇതേ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് അപ്പം ടോട്ടൽ 28 അപ്പം.